പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ദൈവവചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത് അത് നമ്മുടെ ആത്മീയ വർധനവിന് വളരെ നല്ലതാണ്. ഏതെങ്കിലും പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം വായിച്ച ദൈവവചനം അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ ഇടപെടുകയും ആ വചനം പറയുകയും ചെയ്യുമ്പോൾ ആ വിഷയത്തിൻ്റെ അകത്തൊരു സൊല്യൂഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ ആ വിഷയം നമ്മെ തൊടാതെ അതിൻ്റെ അകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം നമുക്കറിയാൻ സാധിക്കും. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 12-ാം വാക്യം അവിടെ ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായും ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവവചനത്തിന് ജീവനുണ്ട്. വചനം മനുഷ്യനായി അല്ലെങ്കിൽ ദൈവപുത്രനായി ഭൂമിയിലേക്ക് വന്ന വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ പാപമോചനത്തിനായിട്ട് മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇനിയും ഒരു മരണം യേശു ക്രിസ്തുവിനില്ല. അവൻ ഒരിക്കലായിട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് ഇനി ഒരു മരണമില്ല. അതുപോലെ തന്നെ നാം വായിക്കുന്ന ദൈവവചനത്തിന്, നാം ഇപ്പോൾ വായിച്ച ദൈവവചനം എബ്രായർ 4:12 വായിച്ചു. ദൈവത്തിൻ്റെ വചനം അത് ജീവനുള്ളതാണ്. ദൈവവചനം അത് മരിച്ചതല്ല. ഇത് ഉപയോഗിക്കുന്നവരുടെ ജീവിതത്തിൽ ജീവനുള്ളതായി വെളിപ്പെടും. ഇതിൽ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നതും പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതും യേശു ക്രിസ്തു തൻ്റെ വാമൊഴിയായി പറഞ്ഞിരിക്കുന്നതും എല്ലാം അത് സ്വന്തം ഇഷ്ടത്താൽ പറഞ്ഞതല്ല. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ ഹിതമാണ് അവർ ഭൂമിയിൽ ചെയ്തത്. അപ്പോസ്തലന്മാരും യേശു ക്രിസ്തുവും പ്രവാചകന്മാരും ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഭൂമിയിൽ നിറവേറ്റിയത്. അവർ പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്ക് ജീവനുണ്ട്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് വന്നത്. പിതാവ് എന്താണ് പ്ലാൻ ചെയ്തത് അത് മുഴുവൻ യേശു ചെയ്തു. യേശു ക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്, എന്താണ് പറഞ്ഞു കൊടുത്തത്, അത് അപ്പോസ്തലന്മാർ ചെയ്തു. അപ്പോസ്തലന്മാർ ചെയ്തപ്പോൾ അവർ പോയിടത്തും ജീവൻ വ്യാപരിച്ചു. അവർ വചനമാണ് ഉപയോഗിച്ചത്, യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് ഉപയോഗിച്ചത്. അവിടെ മരിച്ചവർ ജീവൻ പ്രാപിച്ചു, മുടന്തുള്ളവർ സൗഖ്യമായി. ഹല്ലേലൂയ. ഒരു രക്ഷയുമില്ല എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ ജീവനായി ദൈവത്തിൻ്റെ വചനം വെളിപ്പെട്ടു. ഈ ദൈവവചനത്തിന് ജീവനുണ്ട്. പ്രിയമുള്ളവരെ, ഇത് ഉപയോഗിക്കുന്നവരുടെ ജീവിതത്തിൽ, ഇന്ന് ബൈബിൾ വെറുതെ വീട്ടിലിരുന്നാൽ അതിൻ്റെ അകത്ത് ജീവൻ വ്യാപരിക്കണമെന്നില്ല. ഇത് വായിക്കുമ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് ജീവൻ വ്യാപരിക്കും. ഇന്ന് ഏത് പ്രതികൂലത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ഈ വചനത്തിലെ വാക്യങ്ങൾ, 1-2 വാക്യങ്ങൾ എടുത്ത് ഉറക്കെ പറയാൻ റെഡിയാണോ? ശാപത്തിന് എന്നെ തൊടുവാൻ പറ്റത്തില്ല, രോഗത്തിന് എന്നെ തൊടുവാൻ സാധിക്കത്തില്ല, യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമുണ്ട്, ഞാൻ ജീവൻ പ്രാപിക്കും, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടിരുന്ന് ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ഇങ്ങനെ ദൈവവചനത്തിൻ്റെ ജീവൻ്റെ വാക്കുകൾ ഇന്ന് രോഗക്കിടക്കയിലാണോ, ദുഃഖത്തിലാണോ, പ്രയാസത്തിലാണോ, ശൂന്യതയുടെ മധ്യത്തിലാണോ? ഒന്ന് പറയാമോ? എൻ്റെ കലത്തിലെ മാവ് കുറയത്തില്ല, എണ്ണ വറ്റത്തില്ല, ദൈവം എന്നെ അനുഗ്രഹിക്കും. അബ്രഹാമിൻ്റെ സകല അനുഗ്രഹവും യേശു ക്രിസ്തു മുഖാന്തരം അത് എൻ്റെ അവകാശമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കാതെ ജീവൻ്റെ വാക്കുകൾ ഉപയോഗിക്കുക. ദൈവവചനത്തിൻ്റെ അകത്ത് ജീവൻ വ്യാപരിക്കുന്നുണ്ട്. ആ വചനം വായിക്കുമ്പോൾ ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്നവരുടെ ജീവിതത്തിൽ ചില ജീവൻ വ്യാപരിക്കുന്നുണ്ട്. ചില ഏരിയകളിൽ ജീവൻ വ്യാപരിക്കുന്നുണ്ട്. ശൂന്യതയുടെ അകത്ത് ജീവൻ വ്യാപരിക്കുന്നുണ്ട്. ഇല്ലായ്മയുടെ അകത്ത് ദൈവപ്രവൃത്തി നടക്കുന്നുണ്ടെന്ന്. ഈ വചനത്തിൽ വിശ്വസിക്കുന്ന ദൈവവേദലയും ഞാൻ ഉറപ്പോട് പറയാം, ഇപ്പോൾ തീർത്തു കളയും എന്ന് പറഞ്ഞ് മുന്നിൽ വരുന്ന വിഷയം തൊടത്തില്ല. യേശു ക്രിസ്തുവിലാണോ വിശ്വസിക്കുന്നത്? ഇപ്പോൾ ശരിയാക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന വിഷയം നിന്റെ മുമ്പിൽ താഴെ വീഴും. നിന്നെ ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. ലോകത്തുള്ള എല്ലാ വാളിനേക്കാളും മൂർച്ചയേറിയതാണ് ദൈവവചനം.
അതാണ് നാം വായിച്ചത്. ദൈവത്തിൻ്റെ വചനം ഇരുവായത്തുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അതായത് ശത്രുവിൻ്റെ എല്ലാ ആയുധങ്ങളെക്കാട്ടിലും നാം വായിക്കുന്ന ദൈവവചനത്തിന് മൂർച്ചയുണ്ടെന്ന്. ശത്രു ഒരുക്കിയിരിക്കുന്ന എല്ലാ ആയുധങ്ങളെക്കാട്ടിലും, എല്ലാ തന്ത്രങ്ങളെക്കാട്ടിലും ദൈവവചനത്തിന് മൂർച്ചയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഉറപ്പോട് പറയാം, ഏത് വിഷയമായിക്കൊള്ളട്ടെ അത് പരിഹരിക്കുവാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ദൈവവചനത്തിന് സാധിക്കും. അത് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അതെടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് ക്രിയയായി വെളിപ്പെടും. അതൊരു അത്ഭുതമായി വെളിപ്പെടും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രിയ കർത്താവേ, ഞാൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ, അവിടുന്ന് അത്ഭുതം ചെയ്യണം. ഏത് വിഷയത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ആ വിഷയം ഇപ്പോൾ മുട്ടുമടക്കട്ടെ. ആ വിഷയം ഇപ്പോൾ മാറിപ്പോകട്ടെ. വിഷയത്തിൻ്റെ അകത്തൊരു സൊല്യൂഷൻ ഉണ്ടാകട്ടെ. വഴി തുറക്കട്ടെ. ചെങ്കടലിന് മുമ്പിൽ നിന്ന ഇസ്രായേൽ ജനത്തിന് ചെങ്കടൽ തുറന്ന് വഴി ഒരുക്കിയതുപോലെ, അക്കരെ കടക്കാൻ അവർക്ക് വഴി ഒരുക്കിയതുപോലെ തന്നെ ഇന്ന് മുമ്പിൽ ഒരു വഴിയും കാണുന്നില്ല, പുറകിൽ ശത്രുവുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരത്ഭുത വഴി യേശുവിൻ നാമത്തെ തുറക്കട്ടെ. ഒരത്ഭുതമാക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.